ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ചിക്കൻ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടോ. സാധാരണ ഞാൻ എളുപ്പമായിട്ട് നെയ്ച്ചോറും ചിക്കനൊക്കെ വെക്കാറ്. ഞാൻ നെയ്ച്ചോറും ചിക്കനും വെക്കുമ്പോൾ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി വെക്കാട്ടോ. ഞാൻ ഷാജിയോടെ ചിക്കൻ ബിരിയാണി വെക്കണത് ഞാൻ വീട്ടിലൊരു ദിവസം വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇവിടെ വെക്കാമെന്ന്. അപ്പോൾ ഉമേഷ് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് എല്ലാവരും ചോദിച്ചു ഉമേഷിന് എന്താ കെട്ടിയവനെന്താ ഉമേഷിന് പേരൊക്കെ വിളിക്കണേന്ന് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മാത്രം ഇങ്ങനെ ശ്വാസം മുട്ടണു വയസ്സായോണ്ടാ. ഉമേഷിന്ന് ഞാൻ വീഡിയോയിൽ മാത്രമേ പറയുള്ളൂ. പിന്നെ മറ്റുള്ളവരോട് ഇങ്ങനെ പറയുമ്പോഴും ഉമേഷിനെ വിളിക്കുക പറയുക. പക്ഷേ ഞാൻ ഉമേഷിനെ വിളിക്കുമ്പോൾ ഉമേഷ് ചേട്ടാന്നട്ടോ വിളിക്കാറ്. അങ്ങനെ ഒരു 4 വയസ്സിന് വ്യത്യാസം. ഇതിപ്പോൾ ചിലവർ 2 വയസ്സ് 1 വയസ്സുള്ളവരൊക്കെ വലിയത് എന്നെ ഏട്ടാന്ന് വിളിക്കാമെന്നൊക്കെ പറയണവരുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേര് എനിക്കറിയാം. അതൊക്കെ വലിയൊരു ഏട്ടാന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇവിടെ ഭയങ്കര തണുപ്പാണ്. 2-3 ദിവസമായിട്ട് വെയിലേ ഇല്ല കേട്ടോ. പ്രാന്താവും, കുളിക്കാനൊന്നും തോന്നില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുമാതിരി മഞ്ഞൊക്കെ മൂടിയിട്ട് ഇപ്പോൾ തന്നെ 11 മണിയായി. എപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തീരുമെന്ന് എനിക്കറിയില്ല. 1 മണിയാകുമ്പോഴേക്കും തീരുമെന്ന് എനിക്കറിയില്ല. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. മഞ്ഞും വെയിലൊന്നും ഇല്ലാതെ ഒരുമാതിരി മൂടി കെട്ടി നിൽക്കണ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്കിന്ന് സൺഡേ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. നൈകുട്ടിയാണെങ്കിൽ അവൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടണം. അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സ് തന്നെ ഇടണം. അമ്പലത്തിലൊന്നും പോവില്ല. ഇവിടെ വെറുതെ ഇട്ടുകൊണ്ട് നിൽക്കലാണ് അവളുടെ പണി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കഴുകലാണ് എൻ്റെ മെയിൻ പരിപാടി. കാരണം കഴുകി ഒരു മണിക്കൂർ എനിക്ക് വേണ്ടി വരും കഴുകാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കഴിക്കണമായതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയിൽ കഴുകുള്ളൂ കേട്ടോ. അല്ല ആര് കഴിക്കണമാണെങ്കിലും നമ്മൾ നല്ല വൃത്തിയിൽ കഴുകണമല്ലോ. പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ചൂടുവെള്ളത്തിലിട്ടിട്ടൊക്കെ കഴുകും കേട്ടോ. അതെനിക്ക് ശീലമായിപ്പോയി. ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. എപ്പോൾ നോക്കിയാലും കറണ്ട് പോകും. രാവിലെ തന്നെ പണിയൊന്നും തീർത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഉച്ചക്കത്തെ പണിയൊന്നും നടക്കില്ല. കാരണം നമ്മൾ ചിലപ്പോൾ തേങ്ങ അരച്ചൊക്കെ കറി വയ്ക്കാനൊന്നും ഇവിടെ പറ്റില്ല. എപ്പോഴും ഇവിടെ കറണ്ട് പോക്ക് പണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ എനിക്കൊന്നും ചെയ്യാറില്ല. എപ്പോഴും ലേറ്റായിട്ടാണ് എനിക്കുള്ളൂ. ഞാൻ കുട്ടിക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഷാൻജിയോട് അതിൽ നമ്മൾ ബസ്മതി റൈസിലാട്ടോ ബിരിയാണി കുക്ക് ചെയ്യണത്. പക്ഷേ ഞാൻ ഉണ്ടാക്കണത് നമ്മുടെ ജീരകശാല റൈസിലാണ് കേട്ടോ. പക്ഷേ ഷാൻജിയോടെ അളവും എൻ്റെ അളവും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ അതേ അളവിലൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരളവാട്ടോ. എനിക്ക് എത്രയാണോ മധുരമല്ല എരിവൊക്കെ ഇടാൻ തോന്നണത്, ഉപ്പ്, അതൊക്കെ ഒരു അളവുണ്ടല്ലോ, അതനുസരിച്ചാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോഴേ കുറേ ബാഡ് കമൻറ്റൊക്കെ വരും കേട്ടോ. എനിക്ക് വലിയ ബാഡ് കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. 1-2 വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ബാഡ് കമൻറ്റ് ഇതൊന്നും പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമ്മുടെ സംസാര രീതി അത് ചിലവർക്ക് ഇഷ്ടമാവണമെന്നില്ല. എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടമാവണമെന്നില്ല അല്ലേ? അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മാറാനും പറ്റില്ല. നമ്മളെങ്ങനെയാണോ നമ്മൾ അതുപോലെയല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ കൊച്ചേന്ന് എന്തോ ഒരു കുട്ടീനെ പറയണതുണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ചേന്ന് പറയണത് അത്ര വലിയ തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ അവിടെയൊക്കെ കൊച്ചെന്നൊക്കെ പറഞ്ഞ കുട്ടി അങ്ങനെയൊക്കെ അർത്ഥം. എന്നിട്ട് അതൊരാൾ നാണല്ലേ പറയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതോ ഒരു കമൻറ്റിട്ട്. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. സത്യം പറയുമ്പോൾ ദേഷ്യം വന്നത്, സങ്കടമല്ല വന്നത് കേട്ടോ. കാരണം നമ്മൾ കൊച്ചെന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഒരു തോന്നിയ ഒരു ഇതിൽ നാണില്ല എന്ന് എന്തോ അയച്ചു കേട്ടോ. അതവർക്ക് തീരെ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ഇട്ടിട്ട് വഴക്കാവും. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ടോ എന്ന് പറയുന്നത് കുറേ പേർക്ക് ഇഷ്ടമല്ല. അത് ഞാൻ അങ്ങനെയാണ് സംസാരിക്കല്. അതിപ്പോൾ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. വേണ്ട, ഇപ്പം തന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട്. അത് ഒരു ശീലമാണ്. എനിക്ക് തൃശ്ശൂർ ഭാഗത്ത് കുറേ പേര് ടോ എന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അതിപ്പോൾ എല്ലാവരും നമുക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളെങ്ങനെയാണോ അതുപോലെ ജീവിക്കുക, നമ്മളെങ്ങനെയാണോ അതുപോലെ ഇരിക്കുക, അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിലത്തിരുന്നിട്ടാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല എരിവുമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ബിരിയാണി കിട്ടുക നല്ല എരിവായിരിക്കും, കഴിക്കാനേ പറ്റില്ല കുട്ടികൾക്കൊന്നും. നമുക്ക് കഴിക്കാം, നല്ല സ്പൈസസൊക്കെ കുറച്ച് കൂടുതലിടും അവർ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പുറത്ത് പോകാമെന്ന്. പുറത്ത് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ, നമ്മുടെ പുറത്ത് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കടയിൽ നമ്മുടെ ഈസ്റ്റ് കിട്ടുന്നൊക്കെ ഒരു ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഈസ്റ്റൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കടന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് പോയത്. നൈനുകുട്ടിക്കും ബിരിയാണി നല്ല ഇഷ്ടമായി കേട്ടോ. നൈനൊക്കെ പാത്രം മടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നൈനുവിന് ഈ ചോറിനേക്കാളും വെജിറ്റബിൾസിനേക്കാൾ കൂടുതൽ ബിരിയാണി അവൾ എവിടെ കിട്ടിയാലും കഴിക്കും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മളെയൊക്കെ കൂടുതൽ കഴിക്കും. നൈനുവിൻ്റെ പണി അതാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ പിന്നെ ഈ ഷാൻജിയോട് ബിരിയാണി വെച്ച് നോക്കട്ടോ. അറിയാത്തവർ വരെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയി. ഇന്ന് ഞാനാട്ടോ വണ്ടി ഓടിച്ചത്. കുറേ കാലമായി സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട്, കാറും ഓടിച്ചിട്ട് കുറേ കാലമായി. മറക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു കടയിൽ നമ്മൾ മറ്റേ എന്താ ഇതിന് പറയുക, എന്തോ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗുലാബ് ജാമുൻ കഴിക്കണം പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ഇങ്ങനത്തെ കുറേ ഗുലാബ് ജാമുൻ പല പല കളറുകളുണ്ട് തോന്നുന്നില്ലേ. അതൊക്കെ കയ്യിൽ കഴിച്ചപ്പോൾ ഞങ്ങൾ ഇതാട്ട കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പോൾ നമുക്ക് നൈബർ ക്യാബേജ് പക്കവട ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാബേജ് കൊണ്ട്. പിന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇരുട്ടായിട്ടും കറണ്ടൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നാളത്തേക്കുള്ള മാവ് അരച്ച് വെക്കണ്ടേ, അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചു കേട്ടോ. ഈസ്റ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരച്ച് വെച്ചു. ഇവിടുത്തെ പച്ചരിയില്ലേ, ഞാൻ വന്നിട്ട് വേഗം ഇട്ടതാണ് കേട്ടോ. ചൂടുവെള്ളത്തിലിട്ട് വെച്ചു. ചൂടുവെള്ളത്തിലിട്ടതും അത് വെന്ത് വന്നു. നമ്മുടെ അവിടുത്തെ പോലത്തെ പച്ചരിയല്ല, പെട്ടെന്ന് വേവണ പച്ചരിയാണ് കേട്ടോ. മാവ് അരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തരും. ഉമേഷിന് നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. പിന്നെ എന്തെങ്കിലും കറി തട്ടിക്കൂട്ട് കറി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ മാവരക്കലൊക്കെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ നൈൻകുട്ടിക്കില്ലേ വെക്കേഷനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കുറേ ഉണ്ട് ഓരോരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ. വർക്ക് ചെയ്യാനൊക്കെ എനിക്കാണ് കേട്ടോ, ഞാനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കാണ് പണി. ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങണം എന്തെങ്കിലും. അപ്പോൾ പിന്നെ ഞാൻ പുതിയ ദുപ്പട്ട മേടിച്ചു. അതിൻ്റെയാണ് ഈ തലയിലൊക്കെ ഇട്ട് നടക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടെ ഫുള്ളും ദുപ്പട്ട മേടിച്ച് ഇങ്ങനെ കോൾഡ് സമയത്ത് തലയിൽ കൂടെ ഒക്കെ ഇടും. അപ്പോൾ ഇവിടെ മതവും ജാതിയും ഒന്നുമില്ലല്ലോ, ജാതിയും മതവും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലിട്ട് കഴിഞ്ഞാൽ നീ മുസ്ലിം ആയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമില്ല, എനിക്കിടാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ അതിനും ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് നൈനുകുട്ടി ചട്ടി വടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തണുത്ത് കഴിഞ്ഞാലാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഉമേഷ് എനിക്ക് ഒരു സാധനം മേടിച്ചെന്നുണ്ട്, നമ്മുടെ ട്രൈപോഡില്ലേ. ഞാൻ വേറെ ആയിരുന്നു പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട് വന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമേഷ് പറയാതെ മേടിച്ചെന്നാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളില്ലാത്ത ഉമേഷിനോട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പിന്നെ ഒരിക്കലും ഒരു സാധനം മേടിച്ചില്ല. എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ ആ ടൈമിൽ ഏതോ ഒരു നമ്മുടെ ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഒരു സാരി മേടിച്ചു തന്നു. പക്ഷേ എനിക്കിഷ്ടമായില്ല കളറ്. ഞാൻ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഒരു സാധനം എനിക്ക് മേടിച്ചു തന്നിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയി മേടിച്ചോ എന്ന് പറയും. അല്ലാതെ ഒരു സാധനം മേടിച്ചു തന്നിട്ടില്ല. നിനക്ക് ഇഷ്ടമാവില്ലല്ലോ പറയും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാധനം കിട്ടിയാലും ഇഷ്ടമല്ല എന്ന് ഞാൻ പറയില്ല, നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച ട്രൈപോഡ് ആമസോൺ ബേസിക്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ട്രൈപോഡ് കേട്ടോ. നല്ലതാണ്. പക്ഷെ നിലത്ത് വീണാൽ അത് പൊട്ടി പോകും കേട്ടോ. അതൊരു പ്രശ്നമാണ്. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉമേഷിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഉമേഷ് പോയി. അങ്ങനെ നമ്മൾ ഇന്ന് കിടന്നുറങ്ങി. തരിയെ കിടക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങനെ കിടന്നുറങ്ങാം. അപ്പോൾ ശരി.